ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. അപ്പം നമ്മുടെ എന്താ പറയുക, ബിഗ് ബോസിലെ ലാസ്റ്റ് അപ്ഡേഷനാണ്, ഇന്നത്തെ ലാസ്റ്റ് അപ്ഡേഷനാണ് ഞാൻ തരാൻ പോകുന്നത്. കാരണം നമ്മൾ ഇപ്പം ഒരിടത്തൊരിടത്തെന്നുള്ള ആ ഒരു ടാസ്ക് അവർ 3 പേരും നല്ല വൃത്തിയാണം ചെയ്തോ എന്ന് ചോദിച്ചാൽ 2 പേര് നല്ല വൃത്തിയാണം ചെയ്തു. കാരണം അവരുടെ കഥകളെല്ലാം 2 പേരും നല്ല രീതിയിൽ പറഞ്ഞ്, രേണുവിനെ ഒഴിച്ച്. കാരണം രേണു അവിടെ ഇവിടെ എന്തൊക്കെയോ ഒന്ന് മറച്ച മാതിരി എനിക്ക് ഫീൽ ചെയ്തു. എല്ലാം തുറന്ന് പറയാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് രേണു അത് നഷ്ടപ്പെടുത്തിയത്. രേണുവിന് ഇതുവരെ രേണുവിൻ്റെ ലൈഫിൽ ഈ ആൾക്കാർ എന്തിനാണ് രേണുവിനോട് ഇങ്ങനെ കാണിച്ചു തന്നു, രേണു ഒരു നല്ലൊരു വ്യക്തിയാണെന്നും രേണുവിനെക്കുറിച്ച് തുറന്ന് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും രേണു വലിയൊരു അടിയാണ് കൊടുത്തത്. രേണു അവിടെ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് സംസാരിക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാനും പ്രതീക്ഷിച്ച് രേണു എല്ലാം തുറന്ന് പറയും, രേണുവിനെക്കുറിച്ച് നമുക്ക് ഇതുവരെയ്ക്കും ഉണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും മാറും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ രേണുവിൻ്റെ ആ ഒരിടത്തൊരിടത്തെന്ന് പറഞ്ഞാൽ ആ ടാസ്ക് കാണാനിരുന്നത്. പക്ഷേ അതും എന്നെ വല്ലാതെ വിഷമിപ്പിച്ച്. രേണു ഒന്നും തുറന്നു പറഞ്ഞില്ല. രേണു അതും ഒരു കഥ പോലെ എഴുതി അടച്ചു വെച്ച പുസ്തകം മാതിരിയാക്കി. ഇനി അങ്ങോട്ടുള്ള തുറന്നുള്ള കളി രേണു തന്നെ കാണട്ടെ എന്ന് തന്നെ പറയാം. ബാക്കി 2 പേരും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അതിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. 2 പേരുടെയും കഥ അടിപൊളി തന്നെയാണ്. അവർ വന്ന വഴികൾ, നിന്ന തിരികൾ എല്ലാം അവർ കറക്റ്റായിട്ട് തുറന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല അവരെന്ന് നമുക്ക് വ്യക്തമായി വീണ്ടും ഓരോ കാര്യങ്ങൾ തരികയാണ്. പക്ഷേ രേണു നിന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. രേണു ഇതെല്ലാം തുറന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് അവിടെയും പുസ്തകം മടങ്ങിയെന്ന് തന്നെ പറയാം. ഓക്കെ, എനിക്കിതാണ് പറയാനുള്ളത്. ആരെയും കുറ്റം പറഞ്ഞല്ല, ഞാൻ ആരുടെയും പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല, എനിക്ക് തോന്നിയൊരു ഫീൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് മാത്രം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.